ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അന്നത്തെ ഡേ തീരണ്ടായിരുന്നു, ആ ഒരു മൊമെൻറ്റിൽ തന്നെ എപ്പോഴും നിൽക്കണമായിരുന്നു, അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നു. കാരണം ഒത്തിരി നാൾക്ക് ശേഷം നമ്മുടെ നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയ ഡേ ആണ് അന്ന്. ഇത് ആക്ച്വലി 25th ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ എങ്കിലും നമ്മളെല്ലാവരും 23rd ഇത് പ്ലാൻ ചെയ്തൊന്ന് എല്ലാം സെറ്റാക്കിയത്. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ തന്നെ കുറച്ച് സാധനങ്ങളും ബലൂൺസും ഒക്കെ മേടിച്ച് അവിടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാനും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ. നമ്മൾ പുറത്ത് ആരെയും ഒന്നും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സമയമായപ്പോൾ എനിക്ക് നല്ല പനിയൊക്കെ ആയിരുന്നു. ഒറ്റയ്ക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ നന്ദുവും രേഷ്മ ചേച്ചിയും ഒക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ട് സ്മൂത്തായിട്ടെല്ലാം പോയി. പിന്നെ രാജീവ് അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും വരുന്നൊരു അങ്കിളാണ്. അങ്ങനെ പുള്ളിക്കാരനാണ് എല്ലാം. ആർച്ചൊക്കെ നമ്മൾ റെൻറ്റിനെടുത്തതാണ്. അവിടെ എല്ലാം സെറ്റ് ചെയ്തു, ഡെക്കറേഷൻസൊക്കെ നടക്കുവാണ്. ഇതിപ്പോൾ ആക്ച്വലി ഒരു 3:30, 4 o'clock ഈ വീഡിയോ എടുക്കുന്നത്. എല്ലാവരും എത്തി തുടങ്ങിയപ്പോൾ 4:35 ഒക്കെ ആയി. നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള റോക്ക് വ്യൂ എന്നും പറഞ്ഞൊരു ഹോം സ്റ്റേ ആണ് എടുത്തിരുന്നത്. അവിടെ ലോൺ സ്പേസും സ്വിമ്മിംഗ് പൂളും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് അന്നത്തെ ഒരു ഡേ അവർ തരും, നമുക്കവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. ഒരു റപ്പുൻസൽ തീം പാർട്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ കളർ തീമും ഡെക്കറേഷൻസും എല്ലാം ആ ഒരു തീം റിലേറ്റഡ് ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേ കേക്ക്, കപ്പ് കേക്ക്സ് അതെല്ലാം അമ്മ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. എല്ലാ ഇയറും അങ്ങനെ തന്നെയാണ്. പിന്നെ കുറച്ച് ഡിഷസ്, സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള പാസ്ത, പ്രോൺസ്, പിന്നെ ചിക്കൻ്റെ കുറച്ച് ഡിഷസൊക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തത്. ബാക്കിയെല്ലാം കുറച്ച് മിക്സ് ചെയ്ത് പുറത്തൊന്നും മേടിച്ചിരുന്നു. തീർന്നോ? കാക്കറട്ടി ഒരു ഒറ്റ പിടി എടുത്തു. കൊള്ളാവോ? ഇതമ്മ അപ്പൊ പാസ്ത കൊള്ളൂല എന്നല്ലേ? കൊള്ളാം. കൊള്ളൂലേ? എന്നാ കളഞ്ഞോ. ഗോകുൽ ചേട്ടാ എങ്ങനെയുണ്ട്? നന്ദു കൊഞ്ചടിപൊളി, പാസ്ത ഒരു ഭാഗ്യക്ക് കൊള്ളൂല. കറക്റ്റ് എൻ്റെ ബർത്ത്ഡേ ആവാൻ ഇനി ഒരു 1/2 hour കൂടെ ബാക്കിയുള്ളൂ. നമ്മളിവിടെ രാഹുൽ ചേട്ടൻ്റെ വീട്ടിൽ ഒരു ബീച്ച് സൈഡാണ്. അവിടെ പ്രൈവറ്റ് ബീച്ച് പോലെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. അവിടെ കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് കുറച്ച് വൈബാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വന്നതാണ്. ചേട്ടൻ അവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ത് വൈഷ്ണവനെയും കൂടെ കാണിക്ക്, ചുമ്മാ ഇരിക്കട്ടെ. വൈഷ്ണവ് ഒരു ഹായ് പറയൂ. വ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ്. ഹാപ്പി ബർത്ത്ഡേ പറ. ശരി ശരി, ബൈ.
നമ്മൾ അവിടെ ഒരു ചേർച്ചിലും കയറിയിട്ടാണ് ഇങ്ങോട്ട് പോയത്. അപ്പോൾ എന്നെ അമ്മയും ഡാഡിയും പിക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ 12 o'clock ആവാൻ ഒരു 8-10 മിനിറ്റ്സോളം ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഓരോന്ന് പറഞ്ഞ് നന്ദു എന്നാൽ പിന്നെ നേരിട്ട് വിഷ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ബട്ട് ഞാനൊരു സർപ്രൈസിനാണ് വെയിറ്റ് ചെയ്തിരുന്നത്, ഞാൻ അറിഞ്ഞില്ല. 5 മിനിറ്റും കൂടെ ഉള്ളൂ. എന്താണ് നമുക്ക് പറയാനുള്ളത്? സാൻഡ്ര ജനിച്ച ആ സുദിനം. അപ്പൊ ഞാൻ പോയിരുന്നെങ്കിലോ? യെസ്, അങ്ങനെ ഇത്തവണത്തെ ബർത്ത്ഡേ എനിക്ക് സൂപ്പർ സ്പെഷ്യലായിരുന്നു. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും അല്ലാണ്ടും ഒത്തിരി ഹാപ്പി ആവുന്ന മൊമെൻറ്റ്സ് കിട്ടി എനിക്ക്. ഞാൻ ആക്ച്വലി ഇപ്പോഴും ആ ഒരു ഹാപ്പി മൂഡിലാണ്, അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുന്നില്ല.